എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ ഈ ആഴ്ച നമ്മൾ ആഘോഷിക്കുകയാണ്. സെപ്റ്റംബർ 14 ഈശോയുടെ വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളാണ്. യേശുവിൻ്റെ കുരിശിലൂടെയുള്ള രക്ഷയും ശക്തിയും സൗഖ്യവും വിടുതലും നമ്മളെ തിരുസഭ ഓർമ്മിപ്പിക്കുന്ന തിരുനാൾ ദിവസമാണ് സെപ്റ്റംബർ 14. പൗലോസ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 1-ാം അധ്യായം 18-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം ഭോഷത്വമാണ്, രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിൻ്റെ ശക്തിയത്രേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ ജീവിതത്തിൽ നേരിടുന്ന പല പ്രതിസന്ധികൾക്കും വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിൻ്റെ ശക്തി നമുക്ക് ബോധ്യപ്പെട്ടാൽ നമുക്ക് ഉത്തരം ലഭിക്കും. ഞാൻ ബഹുമാനപ്പെട്ട ബെന്നി പുന്നത്തറ ബ്രദർ എഴുതിയ ഒരു പുസ്തകം വായിച്ചപ്പോൾ അതിൽ ഇറ്റലിയിൽ ജീവിച്ചിരുന്ന ഒരു സന്യാസി വര്യനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ഞാൻ വായിച്ചു. അദ്ദേഹം 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു സന്യാസവര്യനാണ്, ഒരു വിശുദ്ധനാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഹോണോറാത്തൂസ് എന്നാണ്. അദ്ദേഹം ഒരു സന്യാസ സഭയുടെ ശ്രേഷ്ഠനായിരുന്നു. അങ്ങനെ ഇറ്റലിയിലെ ഫുണ്ടി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരാശ്രമം, ഈ ആശ്രമത്തിൽ 200ഓളം സന്യാസികളുണ്ടായിരുന്നു. വലിയൊരു ആശ്രമമാണ്. ഒരു ദിവസം ഇവർ അവിടെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഈ വിശുദ്ധനായ ഈ ഹോണോറാത്തസ് അദ്ദേഹം ആശ്രമത്തിൻ്റെ പുറത്ത് കടന്ന് നോക്കുമ്പോൾ കണ്ടത് അത് കുറേ മലകൾ ഉള്ളൊരു സ്ഥലമായിരുന്നു. മലകളുടെ താഴെയായിരുന്നു ഈ ആശ്രമം സ്ഥിതി ചെയ്തിരുന്നത്. അദ്ദേഹം കണ്ട ഒരു വലിയ കാഴ്ച, ഒരു വലിയ കല്ല്. കഴിഞ്ഞ നാളുകളിൽ നമ്മൾ ഈ വയനാട്ടിലെ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായപ്പോൾ കാണുന്ന പോലെ വലിയ ഭീമാകാരനായ ഒരു കല്ല് മലയുടെ മുകളിൽ നിന്ന് ഇങ്ങനെ അടർന്ന ഈ ആശ്രമത്തിന് നേരെ വരുന്ന കാഴ്ചയാണ് അദ്ദേഹം കണ്ടത്. അപ്പോൾ അദ്ദേഹത്തിന്, ഈ സന്യാസ ശ്രേഷ്ഠന, വിശുദ്ധ കുരിശിൻ്റെ ശക്തിയിൽ നല്ല വിശ്വാസമുള്ള, ബോധ്യമുള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹം ആ മുകളിലെ മലയുടെ മുകളിൽ നിന്ന് ഇങ്ങനെ ഉരുണ്ടുവരുന്ന ആ ഭീമാകാരനായ കല്ല് അതിനെ നോക്കിയിട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞ് കുരിശടയാളം വരച്ച് പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ എഴുതിയിരിക്കുകയാണ്, ആ കല്ല്, ഉരുണ്ടു വന്നിരുന്ന കല്ല്, അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ വഴിയിൽ തന്നെ ആ മണ്ണിൽ ഉറച്ച് അവിടെ നിന്നു. പിന്നീട് അത് ഉരുണ്ട് ആശ്രമത്തിൽ പതിച്ചില്ല. അതിൻ്റെ ഫലമായിട്ട് നൂറുകണക്കിന് ആളുകൾ മരിക്കാനിടയുള്ള വലിയ അപകടത്തിൽ നിന്ന് ഈ വിശുദ്ധൻ്റെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിലുള്ള പ്രാർത്ഥനയിലൂടെ അവർ രക്ഷപ്പെട്ടുവെന്ന് ഞാൻ ഈ പുസ്തകത്തിൽ വായിച്ചു. മനുഷ്യപുത്രൻ്റെ അടയാളം എന്നുള്ള ബെന്നി പുന്നത്തറയുടെ പുസ്തകത്തിലാണ്, ബ്രദറിൻ്റെ പുസ്തകത്തിലാണ് ഈ സംഭവം കുറിച്ചു വച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. സ്നേഹമുള്ളവരെ, നമ്മുടെ ഈ നാട്ടിലൊക്കെ തന്നെയാണെങ്കിലും മഴ പെയ്യുമ്പോഴും അതോടൊപ്പം തന്നെ ഉരുൾപൊട്ടൽ ഉണ്ടാകുമ്പോഴും ഒക്കെ നമുക്ക് വലിയ ഭയമാണ്. അല്ലെങ്കിൽ ഒത്തിരിയേറെ അപകടങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഒത്തിരിയേറെ ആളുകൾ കഴിഞ്ഞ നാളുകളിൽ ചൂരൽ മലയിലും മുണ്ടക്കൈയിലൊക്കെ മരിച്ചതും എത്രയോ ഭവനങ്ങൾ തകർന്നു പോയതൊക്കെ നമുക്കറിയാം. അപ്പോൾ വിശ്വാസത്തോടുകൂടെ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിൽ പ്രാർത്ഥിച്ചാൽ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് തിരുസഭയുടെ ചരിത്രത്തിൽ ഒത്തിരിയേറെ അനുഭവങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ വിശുദ്ധൻ്റെ ഈ അനുഭവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. വിശുദ്ധ കുരിശിൻ്റെ ഈ ശക്തിയെക്കുറിച്ച് ഞാൻ ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഒരു സ്ഥലത്ത് വിശുദ്ധ തെക്ലയെക്കുറിച്ച് വായിച്ചു. വിശുദ്ധ തെക്ല
തിരുസഭ ചരിത്രത്തിൽ 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു വിശുദ്ധയായിട്ടുള്ള ഒരു സഹോദരിയാണ്. അവർ രക്തസാക്ഷിണിയായി മാറിയ ഒരു സഹോദരിയാണ് വിശുദ്ധ തെക്കള. അവരൊരു പ്രഭു കുടുംബത്തിൽ ജനിച്ച ഒരു സ്ത്രീയായിരുന്നു. കാണാൻ നല്ല സൗന്ദര്യമൊക്കെ ഉണ്ട്, വീട്ടിൽ നല്ല പണമുണ്ട്, അങ്ങനെ നല്ല ആർഭാടപരമായ ജീവിതം നയിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ തെക്കള. എന്നാൽ പൗലോസ് ലീഹായുടെ വചനപ്രഘോഷണം നേരിട്ട് ശ്രവിക്കാനുള്ള ഭാഗ്യം ഈ തെക്കള എന്ന ഈ പ്രഭുകുമാരിക്ക് ലഭിച്ചു. അങ്ങനെ പൗലോസ് ലീഹായുടെ വചനപ്രഘോഷണത്തിലൂടെ ഈ തെക്കള മാനസാന്തരപ്പെട്ടു. മാനസാന്തരപ്പെട്ടതിന് ശേഷം ആ സഹോദരി തൻ്റെ പഴയ ജീവിതശൈലി ഉപേക്ഷിച്ചു. ആ സഹോദരിക്കുണ്ടായിരുന്ന ആർഭാടത്തോടും ലൗകികമായിട്ടുള്ള കാര്യങ്ങളോടുണ്ടായിരുന്ന മോഹങ്ങളൊക്കെ വിട്ടുപോയി. ആ സഹോദരിയുടെ ആ നാളുകളിൽ ഒരു പ്രഭുകുമാരനായിട്ട് വിവാഹം ഉറപ്പിച്ചു വച്ചിരുന്നു. ആ പ്രഭുകുമാരൻ്റെ പേര് താമിറസ് എന്ന് പറയുന്ന ഒരു പ്രഭുകുമാരനായിട്ട് വിവാഹം ഉറപ്പിച്ചു വച്ചിരുന്നു. എന്നാൽ ഈ ദൈവാനുഭവം കിട്ടിയതിന് ശേഷം, ക്രിസ്തുവിനെ കുറിച്ച് അറിഞ്ഞതിന് ശേഷം ഈ തെക്കള എന്ന സഹോദരി അതിൽ നിന്നെല്ലാം പിന്മാറി ഒരു വിശുദ്ധ ജീവിതം നയിച്ച് ക്രിസ്തുവിന്റെ മണവാട്ടിയായി ജീവിക്കാൻ ആരംഭിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ തെക്കള എന്ന ഈ സ്ത്രീയുടെ ജീവിതത്തിൽ വന്ന മാറ്റം അവരുടെ വീട്ടുകാർക്ക് പോലും അംഗീകരിക്കാൻ സാധിച്ചില്ല. അവരുടെ വീട്ടിൽ കുറേ പ്രശ്നങ്ങളായി, സമൂഹത്തിൽ കുറേ പ്രശ്നങ്ങളായി. അവരുടെ അമ്മ പോലും ഈ സഹോദരിക്കെതിരായിട്ട്, അങ്ങനെ അമ്മ തന്നെ വിചാരണയ്ക്കും പീഡനങ്ങൾക്കൊക്കെയായിട്ട് അവിടെയുള്ള ഗവർണറുടെ അരികിൽ ഈ സ്വന്തം മകളെ തന്നെ വിട്ടുകൊടുത്തു. അവളിങ്ങനെ ഗവർണർ ഒത്തിരിയേറെ വാഗ്ദാനങ്ങളും പ്രലോഭനങ്ങളൊക്കെ നൽകി യേശുവിലുള്ള വിശ്വാസം ഉപേക്ഷിക്കുകയും ഈ വിവാഹത്തിന് തയ്യാറാവുകയും ചെയ്താൽ ഒത്തിരിയേറെ വാഗ്ദാനങ്ങൾക്ക് നൽകി. പക്ഷേ ഈ തെക്കള എന്ന ഈ സഹോദരി വിശുദ്ധ പൗലോസ് ലീഹായുടെ വചനപ്രഘോഷണത്തിലൂടെ മാനസാന്തരപ്പെട്ട ഈ തെക്കള അതിനൊന്നും സമ്മതിച്ചില്ല. അപ്പോൾ അവർക്ക് വലിയ കോപം വന്ന് അവരങ്ങനെ വലിയ ഒരു തീച്ചൂള ഉണ്ടാക്കാൻ ഉടനെ ആവശ്യപ്പെട്ടു. അങ്ങനെ തീച്ചൂള റെഡിയാക്കി ഈ വീട്ടുകാരും നാട്ടുകാരും എല്ലാവരും നിൽക്കുമ്പോൾ ഈ തീച്ചൂളയിലേക്ക് ഈ സഹോദരിയെ എടുത്തെറിയുവാൻ അവിടെ പടയാളികളൊക്കെ റെഡിയായി നിന്നു. അപ്പോൾ അവർ ഈ തെക്കളയെ ഈ തീച്ചൂളയിലേക്ക് എറിയുന്നതിനു മുമ്പ് തെക്കള തന്നെ ഈ തീച്ചൂളയിലേക്ക് എടുത്തു ചാടി, അഗ്നിയിലേക്ക് എടുത്തു ചാടി. പക്ഷെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്ന സംഭവം ഇതാണ്: ഈ സഹോദരി ഈ തീയിലേക്ക് എടുത്തു ചാടുന്നതിന് മുമ്പ് ഈ സഹോദരി സ്വർഗത്തിലേക്ക് നോക്കി ഒരു കുരിശടയാളം വരച്ച് പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഈ തെക്കള എന്ന സഹോദരി സ്വർഗത്തിലേക്ക് നോക്കി ഒരു കുരിശടയാളം വരച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ അവിടെ ഒരു കൊടുങ്കാറ്റും പെരുമഴയും പെയ്തു. ആ തീച്ചൂള കെട്ടടങ്ങിപ്പോയി. അതോടൊപ്പം കൊടുങ്കാറ്റ് കണ്ട് അവിടെ ഉണ്ടായിരുന്ന ഗവർണറും മറ്റുള്ളവരെല്ലാവരും ഭയന്നോടിപ്പോയി. അങ്ങനെ തെക്കള ആ വലിയ അപകടത്തിൽ നിന്ന് കർത്താവിൻ്റെ കുരിശിന്റെ അടയാളത്തിലുള്ള പ്രാർത്ഥനയിലൂടെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട്. കർത്താവിലുള്ള വിശ്വാസത്തോടെ യേശു കുരിശിൽ മരിച്ചത് ലോകത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായിട്ടാണെന്നും അതിലൂടെ ലോകവും മനുഷ്യവർഗവും രക്ഷിക്കപ്പെട്ടുവെന്നും വിശ്വസിച്ച് ഏറ്റുപറയുന്ന ഒരു വ്യക്തി വിശുദ്ധ കുരിശിന്റെ അടയാളത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ വലിയ അഭിഷേകം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ ക്ലാര പുണ്യവതിയെ കുറിച്ച് ഒരിക്കൽ വായിച്ചപ്പോൾ, ഈ ക്ലാര പുണ്യവതി ഉണ്ടായിരുന്ന മഠത്തില് ഒരു 5-6 സിസ്റ്റേഴ്സിന് പനിയും മറ്റു വിധത്തിലുള്ള രോഗപീഠകൾ ഇങ്ങനെ മാറാതെ നിൽക്കുന്നു. വീണ്ടും വീണ്ടും ഇങ്ങനെ രോഗങ്ങൾ വരുന്നു. അപ്പോൾ ഈ ക്ലാര പുണ്യവതി ചെയ്തൊരു കാര്യം ഞാൻ പുസ്തകത്തിൽ വായിക്കാൻ ഇടവന്നു. അങ്ങനെ ക്ലാര പുണ്യവതി ഈ രോഗികൾ കിടക്കുന്ന ഒരു പ്രത്യേക മുറി ഉണ്ടായിരുന്നു. രോഗികൾ കിടക്കുന്ന ആ മുറിയിലേക്ക് കടന്നു ചെന്ന പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ കുരിശടയാളം വരച്ച്
ആ സിസ്റ്റേഴ്സിനെ അലട്ടുന്ന രോഗപ്പിട വിട്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിച്ചു. അന്ന് തന്നെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ സിസ്റ്റേഴ്സും രോഗികളായിരുന്നവർ സുഖം പ്രാപിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്തിലുള്ള പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട്. വിശുദ്ധ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാൾ തന്നെ 4-ാം നൂറ്റാണ്ടിലാണ് തിരുസഭയിൽ ആരംഭിക്കുന്നത്. നമുക്കറിയാം, കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ അമ്മയായ ഹെലന രാജ്ഞിയാണ് ഈ വിശുദ്ധ കുരിശ് കണ്ടെത്തിയത്. അപ്പോൾ പല ആക്രമണങ്ങളിലും യുദ്ധങ്ങളിലും പെട്ട് യേശുവിൻ്റെ കുരിശ് ഏതാണെന്ന് തിരിച്ചറിയാൻ സാധിക്കില്ലായിരുന്നു. പക്ഷേ കർത്താവിൽ അടിയുറച്ച വിശ്വാസമുണ്ടായിരുന്ന ഹെലന രാജ്ഞി കർത്താവിൻ്റെ ആ കുരിശാണ് എന്ന് സംശയം തോന്നിയിരുന്ന ഏതാനും കുരിശുകൾ ഉണ്ടായിരുന്നു. ആ കുരിശിൽ നിന്ന് കർത്താവിൻ്റെ കുരിശ് കണ്ടെത്തിയത് എല്ലാ കുരിശുകളിലും രോഗികളെയും മരിച്ച വ്യക്തികളെയും കിടത്തിക്കൊണ്ടായിരുന്നു. അത് മറ്റെല്ലാ കുരിശുകളിലും കിടത്തിയപ്പോൾ അവർക്കൊന്നും സംഭവിച്ചില്ല. എന്നാൽ യേശു മരിച്ച കുരിശിൽ കിടത്തിയപ്പോൾ രോഗികൾ സുഖപ്പെട്ടു, മരിച്ച ആൾക്ക് ജീവൻ ലഭിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. അങ്ങനെയാണ് യേശുവിൻ്റെ കുരിശ് ഏതാണ്, യേശു മരിച്ച കുരിശ് ഏതാണെന്ന് കണ്ടെത്തുന്നതും അന്നു മുതലാണ് തിരുസഭയിൽ വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ ആരംഭിക്കുന്നതും. സ്നേഹമുള്ളവരെ, വിശുദ്ധ കുരിശിന് വലിയ ശക്തിയുണ്ട്. ആ ശക്തി വിശ്വാസത്തോടുകൂടെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അത് ഉപകാരപ്പെടുത്തിയാൽ രോഗങ്ങളിൽ നിന്ന് വിടുതലും പൈശാചിക പിടികളിൽ നിന്ന് സംരക്ഷണവും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് സംരക്ഷണവും നമുക്ക് ലഭിക്കുമെന്ന് കർത്താവിൻ്റെ വചനവും സഭയുടെ ചരിത്രവും നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. വിശുദ്ധ തെക്ലായുടെ ജീവിതത്തിൽ തന്നെ വേറൊരു സംഭവം ഞാൻ വായിച്ചത്, ഇവർ വിശുദ്ധ തെക്ലായെ ഒരിക്കൽ ഇങ്ങനെ പീഡിപ്പിക്കുന്നതിന് വേണ്ടി വന്യമൃഗങ്ങളുടെ ഇടയിലേക്ക് ആ സഹോദരിയെ എറിഞ്ഞു. അപ്പോൾ ഈ വന്യമൃഗങ്ങൾ ഭക്ഷണം കൊടുക്കാതെ വളരെയധികം വിശന്ന് കിടക്കുകയാണ്. അപ്പോൾ ഒരാളെ കിട്ടിയാൽ ഉടനെ തന്നെ കടിച്ചു തിന്നും. പക്ഷേ വന്യമൃഗങ്ങളുടെ ഇടയിലേക്ക് തെക്ലായെ അവർ എറിഞ്ഞപ്പോൾ തെക്ല ആ വന്യമൃഗങ്ങളെ നോക്കി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കുരിശടയാളം വരച്ച് സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. പിന്നീട് ഈ മൃഗങ്ങളൊന്നും ഈ സഹോദരിയെ തൊട്ടില്ല എന്നാണ് സഭയുടെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിന്റെ വചനം ഭോഷത്വമാണ്. എന്നാൽ വിശ്വസിക്കുന്ന നമുക്ക്, രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കത് ദൈവത്തിൻ്റെ ശക്തിയാണ്. അത് നമ്മൾ മനസ്സിലാക്കി വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിലുള്ള പ്രാർത്ഥന നമ്മൾ ഭക്തിയോടെ പ്രാർത്ഥിച്ചാൽ വലിയ കൃപകളും അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് വർഷിക്കപ്പെടും. കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 2-ാം അധ്യായം 14-15 തിരുവചനങ്ങൾ, നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ അവൻ മായ്ച്ചു കളയുകയും അവയിൽ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി. അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഹേളന പാത്രങ്ങളാക്കി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, വിശുദ്ധ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ സീറോ മലബാർ സഭയിലെ ഏലിയാസ് ലീവ കാലമാണ്. കുരിശിൻ്റെ ശക്തിയെക്കുറിച്ചും കുരിശിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെയാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കുന്നത്. ഈ വിശുദ്ധ കുരിശിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാനും വിശുദ്ധ കുരിശിൻ്റെ ശക്തിയാലും അടയാളത്താലും നമ്മൾ അനുദിനം നേരിടുന്ന പ്രതിസന്ധികൾ അതിജീവിക്കുവാൻ, രക്ഷയിലേക്ക് കടന്നു വരാനുള്ള വിശ്വാസം നമുക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് അല്പസമയം കണ്ണുകൾ അടച്ച് നമ്മുടെ ജീവിതത്തെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. സ്നേഹമുള്ളവരെ, നമ്മൾ ഈ കേട്ട ചില അനുഭവങ്ങൾ, വിശുദ്ധ ഹോണോറാത്തസ് അദ്ദേഹം ഒരു മനുഷ്യനായിരുന്നു. പക്ഷേ അദ്ദേഹം കർത്താവിൻ്റെ കുരിശിൻ്റെ ശക്തിയിൽ ശക്തമായി വിശ്വസിച്ചു. മലയെപ്പോലും വലിയ കല്ലിനെ പോലും വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിൽ തടഞ്ഞു നിർത്തി. തെക്ല, വിശുദ്ധ തെക്ല ഒരു സാധാരണ പെൺകുട്ടിയായിരുന്നു. പക്ഷേ യേശുവിലുള്ള വിശ്വാസം ലഭിച്ചതിന് ശേഷം, കുരിശിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞതിന് ശേഷം സ്വർഗത്തിലേക്ക് നോക്കി കുരിശടയാളം വരച്ച് പ്രാർത്ഥിച്ചു.
വലിയ കൊടുങ്കാറ്റും പെരുമഴയും പെയ്ത് അഗ്നിനാളങ്ങളെ കെടുത്തിക്കളഞ്ഞ് ആ മകൾക്ക് സംരക്ഷണം നൽകി. ഈ തെക്കള ഒരു സാധാരണ പെൺകുട്ടിയായിരുന്നു. വന്യമൃഗങ്ങളുടെ ഇടയിലേക്ക് ആ സഹോദരിയെ വലിച്ചെറിഞ്ഞപ്പോൾ ആ സഹോദരി ധൈര്യസമാധം കുരിശടയാളം വരച്ചു പ്രാർത്ഥിച്ചു. വന്യമൃഗങ്ങളിൽ നിന്ന് ആ സഹോദരിക്ക് സംരക്ഷണം ലഭിച്ചു. വിശുദ്ധ ക്ലാര പുണ്യമതി ഒരു സാധാരണ സിസ്റ്ററായിരുന്നു. പക്ഷേ കർത്താവിലും കർത്താവിൻ്റെ കുരിശിലുമുള്ള വിശ്വാസം വളരെ ശക്തമായിരുന്നു. രോഗികൾക്ക് വേണ്ടി കുരിശടയാളം വരച്ച് പ്രാർത്ഥിച്ചപ്പോൾ രോഗികൾ സുഖപ്പെട്ടു. സ്നേഹമുള്ളവരെ, നമ്മളും യേശുവിൽ വിശ്വസിക്കുന്ന നമ്മളും വിശ്വാസത്തോടുകൂടെ കുരിശടയാളം വരച്ച് പ്രാർത്ഥിച്ചാൽ വലിയ സംരക്ഷണവും അഭിഷേകവും കൃപയും നമ്മുടെ ജീവിതത്തിൽ ലഭിക്കും. ഈ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിച്ച് ഒരു ഗാനം ആലപിക്കാനായി ഒരുങ്ങാം. കർത്താവായ യേശുവേ, വിശുദ്ധ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാൾ ആഘോഷിക്കാൻ ഒരുങ്ങുന്ന ഞങ്ങൾക്ക് വിശുദ്ധ കുരിശിന്റെ ശക്തിയിലുള്ള വിശ്വാസം ആഴമായി നൽകണമേ. കർത്താവായ യേശുവേ, ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളിലും വിശുദ്ധ കുരിശിന്റെ അടയാളത്തിന്റെ ശക്തി തിരിച്ചറിഞ്ഞുകൊണ്ട് അനുദിന ജീവിതത്തിൽ കർത്താവിന്റെ സംരക്ഷണവും സൗഖ്യവും വിടുതലും വിശുദ്ധ കുരിശിന്റെ അടയാളത്തിലൂടെ നേടുവാൻ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. വിശുദ്ധർക്ക് വിശുദ്ധ കുരിശിലുണ്ടായിരുന്ന ആഴമായ വിശ്വാസം ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളടിച്ച് പാടി പ്രാർത്ഥിക്കാം. യേശു തന്റെ ക്രൂശുമരത്തിൽ എന്റെ ഭാരങ്ങൾ ഏറ്റെടുത്തു. യേശു തന്റെ മരണത്തിനാ പാപത്തിൻ മുഖം തകർത്തു. യേശു തന്റെ ക്രൂശുമരത്തിൽ എന്റെ ഭാരങ്ങൾ ഏറ്റെടുത്തു. യേശു തന്റെ മരണത്തിനാ പാപത്തിൻ മുഖം തകർത്തു. പാപത്തിനെന്റെ മേൽ ഭരണമില്ല, ഒരു തകർച്ചയും എന്നെ ഇനി ഏൽക്കുകില്ല. പാപത്തിനെന്റെ മേൽ ഭരണമില്ല, ഒരു തകർച്ചയും എന്നെ ഇനി ഏൽക്കുകില്ല. യേശുവിൻ ക്രൂശിലെ പീഡകളാലെ തകർച്ചയെ ശാസിക്കുന്നു. എന്നേക്കും വിട്ടുപോകാം തകർച്ചയെ ശാസിക്കുന്നു. എന്നേക്കും വിട്ടുപോകാം. യേശു തന്നെ അടിപ്പിണരാ എന്റെ രോഗങ്ങൾ ഏറ്റെടുത്തു. അവനേറ്റ പീഡകളാ സൗഖ്യത്തിൽ ശക്തി പകർന്നു. യേശു തന്നെ അടിപ്പിണരാ എന്റെ രോഗങ്ങൾ ഏറ്റെടുത്തു. അവനേറ്റ പീഡകളാ
സൗഖ്യത്തിന് ശക്തി പകർന്നു. രോഗത്തിനെന്റെ മേൽ ഭരണമില്ല, ഇനി ദുരിതങ്ങളിൽ ഞാൻ പതറുകില്ല. രോഗത്തിനെന്റെ മേൽ ഭരണമില്ല, ഇനി ദുരിതങ്ങളിൽ ഞാൻ പതറുകില്ല. യേശുവിൻ ക്രൂശിലെ പീഡകളാലെ രോഗത്തെ ശാസിക്കുന്നു. എന്നേക്കും വിട്ടുപോകാം രോഗത്തെ ശാസിക്കുന്നു. എന്നേക്കും വിട്ടുപോകാം. യേശു തന്റെ ജീവൻ കൊടുത്ത് എന്നെ അവൻ വീണ്ടെടുത്തു. തന്നെ രക്തം കൊടുത്ത് എന്നെ അവൻ സ്വന്തമെടുത്തു. പാപത്തിനെന്റെ മേൽ ഭരണമില്ല, ഒരു തിന്മയും എന്നെ ഇനി തൊടുകയില്ല. പാപത്തിനെന്റെ മേൽ ഭരണമില്ല, ഒരു തിന്മയും എന്നെ ഇനി തൊടുകയില്ല. യേശുവിൻ ക്രൂശിലെ പീഡകളാലെ സാത്താനെ ശാസിക്കുന്നു. എന്നേക്കും വിട്ടുപോകാം സാത്താനെ ശാസിക്കുന്നു. എന്നേക്കും വിട്ടുപോകാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. യേശുവിന്റെ നാമം യേശുവിന്റെ നാമം ആരാധിക്കുന്നു ഞങ്ങൾ. യേശുവിന്റെ നാമം യേശുവിന്റെ കുരിശ് ആരാധിക്കുന്നു ഞങ്ങൾ. യേശുവിന്റെ നാമം യേശുവിന്റെ നാമം യേശുവിന്റെ നാമം. യേശുവിന്റെ കുരിശ് യേശുവിന്റെ കുരിശ് യേശുവിന്റെ കുരിശ് ആരാധിക്കുന്നു ആരാധിക്കുന്നു ആരാധിക്കുന്നു. യേശുവിന്റെ ക്രൂശ് യേശുവിന്റെ ക്രൂശാസനങ്ങൾ യാചിക്കപ്പെടട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. യേശുവിന്റെ കുരിശ് യേശുവിന്റെ കുരിശ് ആരാധിക്കുന്നു. യേശുവിന്റെ ക്രൂശിനാൽ യേശുവിന്റെ ക്രൂശിനാൽ തടസ്സങ്ങൾ നീങ്ങിപ്പോകട്ടെ. യേശുവിന്റെ ക്രൂശിനാൽ യേശുവിന്റെ ക്രൂശിനാൽ പ്രതിസന്ധി മാറിപ്പോകട്ടെ. യേശുവിന്റെ ക്രൂശിനാൽ യേശുവിന്റെ ക്രൂശിനാൽ രോഗങ്ങൾ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കുറച്ച് സമയം നമുക്ക് ശാന്തമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മളിലേക്ക് സൗഖ്യവും അഭിഷേകവും വർഷിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ്. ഭവനത്തിൽ തളർന്നു കിടക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ആരോ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അത്ഭുതകരമായിട്ട് കർത്താവ് ആ ഭവനത്തിലുള്ള വ്യക്തിയെ ഇപ്പോൾ സ്പർശിക്കുന്നുണ്ട്. ആ വ്യക്തിയെ എഴുന്നേൽപ്പിക്കുന്നു. അതോടൊപ്പം ആ തളർന്നു കിടക്കുന്ന അസുഖത്തിൽ നിന്ന് വിടുതൽ കൊടുക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ യേശുവേ നന്ദി. വീട്ടിൽ ഭക്ഷണം പാചകം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പ്രഷർ കുക്കറിൽ നിന്നാണെന്ന് തോന്നുന്നു എന്തോ പൊള്ളലേൽക്കുകയും പരിക്കേൽക്കുകയും ചെയ്തു.
അതിനുശേഷം അടുക്കളയിൽ ജോലി ചെയ്യുവാൻ ഭയവും അസ്വസ്ഥതയുമുള്ള ഒരു സഹോദരിയെ കർത്താവ് സ്പർശിച്ച് ഭയം മാറ്റി അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. വലിയ സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന 36 കുടുംബങ്ങളിൽ കർത്താവ് ഇടപെടുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. കിഡ്നി സ്റ്റോൺ, യൂറിനറി ഇൻഫെക്ഷൻ ഇങ്ങനെയുള്ള അസുഖങ്ങൾ, അസ്വസ്ഥതകളുള്ള 7 പേരെ കർത്താവ് സുഖപ്പെടുന്നു. അതിൽ കിഡ്നി സ്റ്റോൺ ഉള്ള ഒരാളോട് ഓപ്പറേഷൻ പറഞ്ഞിട്ടുള്ളതാണ്. ആ വ്യക്തിയെ ഓപ്പറേഷൻ കൂടാതെ ഈശോ സുഖപ്പെടുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. യൂട്രസ് സംബന്ധമായിട്ടുള്ള രോഗപ്പെടകള്, യൂട്രസില് മുഴ, ബ്ലീഡിങ്, ശക്തമായിട്ടുള്ള ബ്ലീഡിങ്, ഇങ്ങനെ അസ്വസ്ഥതകളുള്ള 9ഓളം സഹോദരിമാരെ കർത്താവ് സുഖപ്പെടുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കളുടെ പഠനം, പ്രത്യേകിച്ച് പരീക്ഷകൾ അടുത്തിരിക്കുന്ന ഈ സമയത്ത് മക്കളുടെ പഠനത്തെക്കുറിച്ച് ഒത്തിരി ആകുലതകളുള്ള 23ഓളം മാതാപിതാക്കളെയും അവരുടെ കുട്ടികളെയും ഈശോ അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ. പൈൽസിന്റെ അസുഖമുള്ള 3 പേരെ കർത്താവ് സൗഖ്യത്തിലേക്ക് നയിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി. 2 ക്യാൻസർ രോഗികളെ കർത്താവ് സ്പർശിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ശക്തമായിട്ടുള്ള തലവേദന, മൈഗ്രെയിൻ, സൈനസൈറ്റിസ് ഇങ്ങനെയുള്ള അസ്വസ്ഥതകളുമുണ്ട്. ഇങ്ങനെയുള്ള 11ഓളം പേരെ കർത്താവ് സുഖപ്പെടുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ജോലി നഷ്ടപ്പെടുമോ എന്ന ഭയം, ജോലി മേഖലയിൽ പ്രതിസന്ധികളുണ്ട്. അങ്ങനെയുള്ള 5 പേരെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ജോലിയിൽ സ്ഥിരത നൽകി ഈശോരെ അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കുടുംബത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗം പശുക്കറവയാണ്. ആ പശുവിൻ്റെ പാല് കുറഞ്ഞു പോയി. അങ്ങനെ ഒരു അമ്മച്ചി വളരെ സങ്കടത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പശുവിന് ഭക്ഷണം കൊടുക്കുമ്പോൾ കുറച്ച് വെഞ്ചിരിച്ച വെള്ളവും ആ ഭക്ഷണത്തിൽ തെളിച്ച് കൊടുത്താൽ ആ അസ്വസ്ഥത മാറും. ഇതൊരു വ്യക്തിപരമായി കിട്ടുന്ന സന്ദേശമാണ്. ഇത് എല്ലാവരുടെ വീട്ടിലും ചെയ്യാനുള്ള കാര്യമല്ല. ആ സഹോദരിക്ക് അങ്ങനെ ഒരു നിർദ്ദേശം ലഭിക്കുന്നുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ശബ്ദം അടയുന്ന അവസ്ഥ, തൊണ്ടവേദന, ഇങ്ങനെ അസ്വസ്ഥതയുള്ള 2 പേരെ കർത്താവ് സുഖപ്പെടുന്നുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. കാലിന്റെ ഉപ്പൂറ്റിയുടെ അടുത്ത് ശക്തമായിട്ടുള്ള വേദനയുള്ളത് കൊണ്ട് കാല് നിലത്ത് കുത്തി അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ അസ്വസ്ഥതകളുള്ള 2 പേരെ കർത്താവ് സുഖപ്പെടുന്നുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. വലിയ ഹൃദയഭാരത്തോടുകൂടെ കടന്നു വന്നിരിക്കുന്ന 27 പേർക്ക് കർത്താവ് ആശ്വാസവും സമാധാനവും നൽകുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ അനുഗ്രഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ സുഖപ്പെടുത്തുന്ന പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. അധ്വാന ഭാരത്താൽ വലയുന്നോരേ, ആശ്വാസമില്ല വലയുന്നോരേ,
ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു. ഈശോയുടെ തിരുമുഖമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയുടെ പക്കൽ എത്തുന്നതുവരെ ഞങ്ങൾ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു. അങ്ങേക്ക് ഞങ്ങളെ അത്ഭുതകരമായി രക്ഷിക്കുവാൻ കഴിയുമല്ലോ. ആബാ പിതാവേ, ഈശോയുടെ തിരുമുഖത്തിന്റെ അനന്തമായ യോഗ്യതകളാൽ ഞങ്ങളുടെ നിയോഗങ്ങൾ സാധിച്ചു തരണമേ. തിരുമുറിവുകളാൽ ആവൃതമായിരിക്കുന്ന ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. തിരുരക്തത്താൽ ആവൃതമായിരുന്ന ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. ഞങ്ങളിൽ അലിവ് തോന്നി കണ്ണീരൊഴുക്കിയ ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. ഞങ്ങൾക്ക് വേണ്ടി നിന്ദിക്കപ്പെട്ട ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. ഏറ്റവും കഠിനമായ വേദനകൾ പോലും ശാന്തമായി സഹിച്ച ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. മാലാഖമാരും വിശുദ്ധരും ആരാധിക്കുന്ന ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധയും മാതാവേ, ഈശോയുടെ തിരുമുഖം ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചരുളണമേ. ആമേൻ. യോഗങ്ങളും സമർപ്പിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 എല്ലാവരെയും സ്പർശിക്കണമേ. എല്ലാ രോഗികളെയും സ്പർശിക്കണമേ. സാമ്പത്തിക പ്രതിസന്ധികളിൽ ഇടപെടണമേ. അനുകൂലമായ കാലാവസ്ഥ നൽകണമേ. കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പരീക്ഷകൾക്ക് ഒരുങ്ങുന്ന എല്ലാ മക്കളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. മഹത്വം, 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 മഹത്വം. മൂക്കിന്റെ പാലം വളഞ്ഞിരിക്കുന്നതുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകളുള്ള ഒരു വ്യക്തിയെ കർത്താവ് സുഖപ്പെടുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബ്രെയിൻ സംബന്ധമായിട്ടുള്ള അസുഖമുള്ള ഒരാളെ കർത്താവ് സ്പർശിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ പരീക്ഷകൾക്കൊക്കെ ഒരുങ്ങുന്ന കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈശോ പ്രത്യേകം ആവശ്യപ്പെടുന്നുണ്ട്. നമുക്ക് ഈ ദിവസങ്ങളിൽ നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് പഠിക്കുന്ന എല്ലാ കുട്ടികളെയും പരീക്ഷകൾക്ക് ഒരുങ്ങുന്ന എല്ലാ മക്കളെയും ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കാം. കുട്ടികൾക്ക് പലവിധത്തിലുള്ള ആകുലതകളും ടെൻഷനൊക്കെ കാണാം. പഠിക്കാതെ മൊബൈൽ ഫോണൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നവർക്കാണെങ്കിലും പരീക്ഷ വരുമ്പോൾ ടെൻഷനും ആകുലതകളൊക്കെ വരാം. ഇപ്പോഴത്തെ കുട്ടികൾക്ക് എങ്ങനെയാണ് ടെൻഷനെ കൈകാര്യം ചെയ്യേണ്ടതെന്നും അവർക്കറിയത്തില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായവും ജ്ഞാനവും ശക്തിയും അവർക്ക് ലഭിക്കണം. ഈ ദിവസങ്ങളിൽ പഠിക്കുന്ന പരീക്ഷകൾ എഴുതുന്ന എല്ലാ മക്കളെയും കർത്താവിനെ സമർപ്പിച്ചൊന്ന് കരങ്ങൾ ഉയർത്തി നമുക്ക് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പരീക്ഷാ ദിവസങ്ങളും അവരുടെ ഒരുക്കവും സമർപ്പിച്ച് ഈശോയെ അനുഗ്രഹിക്കണമേ. കൂടുതൽ ജ്ഞാനം അഭിഷേകം നൽകണമെന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെ അനുഗ്രഹിക്കണമേ. വിജയം നൽകുന്ന കർത്താവേ, എല്ലാ കുട്ടികളുടെ മേൽ കരുണയായിരിക്കണം. പ്രത്യേകിച്ച് ആകുലത, ടെൻഷൻ, ഭയം എല്ലാ മക്കളെ അനുഗ്രഹിക്കണം. ഏകാഗ്രത ലഭിക്കാത്ത മക്കളെ അനുഗ്രഹിക്കണം. ഈശോയെ അനുഗ്രഹിക്കണം. പരിശുദ്ധാത്മാവോട് നിറയ്ക്കണം. ഈശോയെ പരിശുദ്ധാത്മാവോട് നിറയ്ക്കണം. പരിശുദ്ധാത്മാവോട് നിറയ്ക്കണം. പരിശുദ്ധാത്മാവോട് നിറയ്ക്കണം. പരിശുദ്ധാത്മാവോട് നിറയ്ക്കണം. പരിശുദ്ധാത്മാവോട് നിറയ്ക്കണം. പരിശുദ്ധാത്മാവോട് നിറയ്ക്കണം. പരിശുദ്ധാത്മാവോട് പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം
തൂകണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തനമേ ദിവ്യവരം പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.